കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനം ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബി ടീമായിട്ട് മാറുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ഇവിടുത്തെ നിഷ്പക്ഷവും നീതിപൂർവവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള സംസ്ഥാന സർക്കാർ തല ഗൂഢാലോചനയിൽ, സംസ്ഥാന സർക്കാരും CPM-ഉം തമ്മിൽ ചേർന്നിരിക്കുന്ന ഗൂഢാലോചനയിൽ കേരളത്തിൽ ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന CEO ഉൾപ്പെടെയുള്ള ആൾക്കാർ അകപ്പെട്ടിരിക്കുന്നു എന്ന് BJPക്ക് ഉത്കണ്ഠയുണ്ട്. BJP സംശയിക്കുന്നു. NGO യൂണിയന്റെ സഖാക്കന്മാർ കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനം മുഴുവൻ അട്ടിമറിക്കുകയാണ്, അതിൽ കടന്നു കയറിയിരിക്കുകയാണ്. CPM സഖാക്കന്മാർക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ വൃന്ദമാണ് ഇന്ന് കേരളത്തിൽ പൊതുവെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ, NDAയുടെ ചെയർമാനും BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന നേമം മണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് BJPയുടെ സീൽ ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക കത്തിടപാടിൽ ഉൾപ്പെട്ടതിനെ സംബന്ധിച്ചൊരു വിവാദമുണ്ടായിരുന്നു. ദൗർഭാഗ്യവശാൽ ആ വിവാദം BJPയുടെ പുറത്തേക്ക് ചാരാനാണ് ഇവിടത്തെ ചില രാഷ്ട്രീയക്കാർ ശ്രമിച്ചത്. അതൊരു വലിയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു എന്ന് ഇപ്പോൾ ബോധ്യം വന്നിരിക്കുകയാണ്. ആ സീല് BJPയുടെ താമര ചിഹ്നമുള്ള BJPയുടെ ഒഫീഷ്യൽ സീല് ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക രേഖയിൽ പതിപ്പിച്ചത്, അതിന് ഉത്തരവാദിയായിട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ശ്രീ ജയ്സിൽ P. അസീസാണ്. ഈ ജയ്സിൽ P. അസീസ് എന്ന് പറയുന്നത് NGO യൂണിയന്റെ സെക്രട്ടേറിയറ്റിനകത്തുള്ള സമുന്നത നേതാവാണ്. ഈ അടുത്ത കാലത്ത് ജോലിക്ക് പ്രവേശിച്ച അദ്ദേഹത്തിന് DYFIയും SFIയും ഒക്കെയായിട്ടുള്ള ബന്ധം പരിഗണിച്ച് അയാളെ ഇലക്ഷൻ കമ്മീഷനിലേക്ക് ഡെപ്യൂട്ടേഷനിൽ വിടുകയും അയാളാണ് ഇത്തരത്തിലുള്ളൊരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ നിന്നതെന്നും അതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു. ഇത് മനസ്സിലാക്കുന്നത്, ഇത് സൂചിപ്പിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനിൽ BJPക്കെതിരായിട്ട് നടക്കുന്ന ഗൂഢാലോചനയുടെ ഉദാഹരണമാണ്. ഇവിടെ ഇലക്ഷൻ കമ്മീഷനിലെ ചില ഉദ്യോഗസ്ഥന്മാരും CPM-ഉമായിട്ടൊരു ഡീല് നടക്കുന്നു, CPM-ഉം കോൺഗ്രസുമായിട്ടൊരു ഡീല് നടക്കുന്നു, SDPIയും ജമായത്ത് ഇസ്ലാമിയും ഇടതും വലതുമായിട്ടൊരു ഡീല് നടക്കുന്നു. ഈ എല്ലാ ഡീലുകളും BJPയെ എങ്ങനെ തോൽപ്പിക്കാം, BJPയെ എങ്ങനെ പിന്നാക്കം അടുപ്പിക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിലായിട്ട് മാറുകയാണ്. ഇതിനെ എല്ലാം അതിജീവിച്ച് BJPയും NDAയും കേരളത്തിൽ അതിശക്തമായിട്ട് മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. BJPയുടെ NDAയുടെ മുന്നോട്ടുള്ള പോക്കിൽ വിഭ്രാന്തരായിട്ടുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാ ആയുധങ്ങളും എടുത്ത്, എല്ലാ അസാന്മാർഗിക പ്രവൃത്തിയും ചെയ്ത്, എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി, എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ട് BJPക്കെതിരെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള കാര്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ ഭാഗവാക്കാകുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. നമുക്കറിയാം, നേമം നിയോജക മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖറിനെതിരായിട്ടുള്ള സ്ഥാനാർത്ഥി കേരളത്തിന്റെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയാണ്. ഈ കേരളത്തിന്റെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി മത്സരിക്കുന്ന നേമത്ത് റിട്ടേണിംഗ് ഓഫീസറെ ഇലക്ഷൻ കമ്മീഷൻ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ 5 വർഷമായിട്ട് ശിവൻകുട്ടിയുടെ കീഴുദ്യോഗസ്ഥരായിട്ടുള്ള ലേബർ ഓഫീസറെയാണ്. ലേബർ ഓഫീസർ റിട്ടേണിംഗ് ഓഫീസറായിട്ടിരിക്കുന്ന തൊഴിൽ വകുപ്പ് മന്ത്രി മത്സരിക്കുന്ന നേമം നിയോജക മണ്ഡലത്തിൽ തൊഴിൽ വകുപ്പിലെ ലേബർ ഓഫീസർ റിട്ടേണിംഗ് ഓഫീസറായിട്ടിരിക്കുമ്പോൾ അയാൾക്ക്, ആ റിട്ടേണിംഗ് ഓഫീസർക്ക് താഴെയായിട്ട് പ്രവർത്തിക്കുന്ന പോളിംഗ് ഓഫീസർമാർ 100-ലേറെ ആൾക്കാർ ഇതേ ശിവൻകുട്ടിയുടെ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ്.
ഇത് എവിടെയെങ്കിലും കേട്ടുകേഴ്വിയുള്ളതാണ്? ഇങ്ങനെ ലേബർ മന്ത്രിയും ലേബർ ഉദ്യോഗസ്ഥന്മാരും ഒരു സ്വതന്ത്രമായിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരായിട്ടിരുന്നു കൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയാണ് ഇന്ന് ഈ നേമം നിയോജക മണ്ഡലത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കാണാനുള്ള കണ്ണ് കേരളത്തിലെ സിഇഒയ്ക്ക് ഇല്ലേ എന്നാണ് BJP ചോദിക്കുന്നത്. ഇവിടുത്തെ സിഇഒയുടെ അസിസ്റ്റന്റ് ആയിട്ട് നിയമിച്ചിരിക്കുന്ന അഡീഷണൽ സിഇഒ ജെറോമിക് ജോർജ് ഉണ്ട്. അഡീഷണൽ സിഇഒ ആയിട്ടുള്ള ജെറോമിക് ജോർജ് ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ചില ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയതുമായി ബന്ധപ്പെട്ട വിവാദം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എല്ലാവരും വിവാദം ഉണ്ടാക്കുന്ന നേതാക്കന്മാർ, വിവാദം ഉണ്ടാക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ഇലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ, സ്വജന പക്ഷപാതം കാണിക്കുന്ന ആൾക്കാർ, രാഷ്ട്രീയ താല്പര്യമുള്ള ആൾക്കാർ, മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ കീഴിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വലിയ നിര, 100-ൽ പരം ഉദ്യോഗസ്ഥന്മാരുടെ നിര, ഇതൊക്കെ വച്ചിട്ട് നേമം നിയോജക മണ്ഡലത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മുഴുവനായി ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയാണ് CPM-ഉം ഇലക്ഷൻ കമ്മീഷനിലെ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ BJP NDA കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന സിഇഒയ്ക്ക് പരാതി നൽകിയിട്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാരും സർക്കാരും തമ്മിൽ ഒരു ഡീലാണ് നടക്കുന്നത്. കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ സംവിധാനം ഇവിടത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ B ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് അങ്ങേയറ്റം അപകടകരമാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ഈ ഇലക്ഷൻ സംവിധാനത്തിൽ നിന്ന് മാറ്റാൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇടപെടണമെന്നാണ് BJP ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇവിടെ ശിവൻകുട്ടി മത്സരിക്കുന്ന നേമത്ത് സർക്കാർ വാഹനങ്ങളാണ് ശിവൻകുട്ടിയുടെ തെരഞ്ഞെടുപ്പിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ശിവൻകുട്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും മുൻ പാർലമെന്റ് സ്ഥാനാർത്ഥിയുമായിരുന്ന ശ്രീ രാമചന്ദ്രൻ നായർ ഇന്നും സഞ്ചരിക്കുന്നത് ആ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെക്കാതെ സർക്കാർ വാഹനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് രാമചന്ദ്രൻ നായർ ഈ മണ്ഡലത്തിൽ CPM-ന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നേമം നിയോജക മണ്ഡലത്തിൽ ശിവൻകുട്ടി ഇറക്കിയ അഭ്യർത്ഥന, മന്ത്രി എന്ന നിലയിലുള്ള ഔദ്യോഗിക ലെറ്റർ പേഡിൽ നേമം നിയോജക മണ്ഡലത്തിൽ ശിവൻകുട്ടി അഭ്യർത്ഥന ഇറക്കി. ഇതിനെതിരെയും ഇലക്ഷൻ കമ്മീഷന് ഞങ്ങൾ പരാതി കൊടുത്തു. ഇതിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇലക്ഷൻ കമ്മീഷൻ, കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഇവിടത്തെ CPM-ന്റെ B ടീമായിട്ട് പ്രവർത്തിക്കുന്ന പണി അവസാനിപ്പിക്കണം. ശിവൻകുട്ടിയുടെ ശിങ്കടികളെ ശിവൻകുട്ടി മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഇലക്ഷൻ ഓഫീസർമാരായിട്ട് നിശ്ചയിച്ചത് മുഴുവൻ പിൻവലിക്കണം. സുതാര്യവും സത്യസന്ധവും അതോടൊപ്പം തന്നെ നീതിപൂർവവും നിഷ്പക്ഷവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൽ പൊതുവെയും നേമത്ത് പ്രത്യേകിച്ചും നടക്കുമെന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനുണ്ട്. അല്ലെങ്കിൽ ഇതൊരു തീക്കളിയാണ്. ഇലക്ഷൻ കമ്മീഷനിലെ ഉദ്യോഗസ്ഥന്മാർ ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് മറുപടി പറയേണ്ടി വരുമെന്ന് BJP ഓർമ്മിപ്പിക്കുകയാണ്. ഒരു CPM നേതാവായിട്ടുള്ള ജൈസൺ പി അസീസ് എന്ന NGO യൂണിയന്റെ നേതാവ്, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ നേതാവ്, കുപ്രസിദ്ധനായിട്ടുള്ള CPM നേതാവ് ഹണിയുടെ, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാവായിരുന്ന ഹണിയുടെ സന്തത സഹചാരി, അങ്ങനെ ഒരാള് BJP-യുടെ സീൽ അയാൾക്ക് എവിടുന്നാ കിട്ടിയത്? BJP-യുടെ സീല് ഇലക്ഷൻ കമ്മീഷന്റെ സീലിനോടൊപ്പം വെക്കാൻ ഈ സഖാവായിട്ടുള്ള ഈ വ്യക്തിക്ക് എവിടുന്നാണ് BJP-യുടെ സീല് കിട്ടിയത്? എന്തിനാണ് ഈ നടപടിയെടുത്തത്? ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനും ഇന്ത്യ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഇകഴ്ത്തി കാണിക്കാനും വേണ്ടിയുള്ള CPM ഇലക്ഷൻ കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുടെയും ഗൂഢാലോചനയാണ് ഇത്തരത്തിൽ സീൽ വിവാദത്തിന്റെ പിന്നിലുള്ളത് എന്ന് BJP ആധികാരികമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് തന്നെയാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് ഞങ്ങൾ പരാതിയുമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് കൊടുത്ത ഒരു വിശദീകരണം തേടിയുള്ള അപേക്ഷയും ഈ സീൽ പതിച്ചിരുന്ന കത്തിൽ, അതാണ് അബദ്ധത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ചു പോകാൻ കമ്മീഷൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയല്ലേ അത്?
ഗൂഢാലോചനയുണ്ടെന്നാണ് BJP-യുടെ അഭിപ്രായം. ഇത് മനഃപൂർവ്വമാണ്. എന്താ അവിടെ സീല് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്ന പരാതികൾ BJP മാത്രമല്ലല്ലോ കൊടുക്കാറുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുന്ന അരിവാൾ ചുറ്റിക നക്ഷത്ര സീലടിച്ചതും കൈപ്പത്തി അടിച്ച രാഹുൽ ഗാന്ധിയൊക്കെ അല്ലേ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ ഒരു ദിവസം 100ഉം 50ഉം പരാതികൾ കൊടുക്കുന്നത്. എന്തിനാ BJP-യുടെ സീൽ മാത്രം അതിൽ വന്നു? ആ സീല് അതിൽ പതിപ്പിച്ച ആൾ ഒരു സഖാവും കൂടെ ആയാൽ സ്വാഭാവികമായിട്ട് എന്താണ് ധരിക്കേണ്ടത്? അത് മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷൻ അകത്ത് മുഴുവൻ സഖാക്കന്മാരെ കുത്തിത്തിരികി കേരളത്തിലെ ഇലക്ഷൻ സംവിധാനം മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായിട്ട് അട്ടിമറിക്കാനുള്ള ഒരു പരിശ്രമം കൂടെ നടക്കുമ്പോൾ ഇതിനെ ആ രീതിയിലാണ് കാണേണ്ടത്. അതുകൊണ്ട് സീൽ വിവാദം മനഃപൂർവ്വമാണ്, ഗൂഢാലോചനയാണ്. അത് BJP-യെ കരിവാരിത്തേക്കാനാണ്. അതോടൊപ്പം തന്നെ ഇലക്ഷൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അതിന്റെ ഉത്തരവാദികൾക്കെതിരെ ഉന്നതതല അന്വേഷണം നടത്തണം എന്നാണ് BJP ആവശ്യപ്പെടുന്നത്. ഏറ്റവും ഉന്നതതല അന്വേഷണം ഈ ഗൂഢാലോചനയ്ക്കെതിരെ കേരളത്തിൽ നടക്കേണ്ടതുണ്ട്. BJP-യുടെ ഔദ്യോഗിക സീൽ എന്ന് പറയുന്ന അയാൾ ഇലക്ഷൻ ഉദ്യോഗസ്ഥരല്ലേ. അവിടെ ഞങ്ങൾ അതല്ലേ ഞാൻ പറഞ്ഞത്, അവിടെ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ BJP-യുടെ ലെറ്റർ പേഡിൽ BJP-യുടെ സീൽ ഉപയോഗിച്ച് പലതും കൊടുക്കും. അതെടുത്ത് വെച്ചിട്ട് എന്തിനാ സർക്കുലറിൽ ഇറക്കണം? ഇതൊന്നും ഞങ്ങളുടെ പണിയല്ലല്ലോ. ഞങ്ങളുടെ ഒരു സീൽ, താമരയുടെ ഒരു സീല് അതിൽ പതിച്ചു എന്നറിഞ്ഞപ്പോൾ കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇന്ന് ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ സീൽ അത് പതിപ്പിച്ചത് ഒരു സഖാവാണെന്നും കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ മുഴുവൻ CPM അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിനെ ന്യായീകരിച്ച് വീണ്ടും ഞങ്ങളെ തന്നെ പ്രതിയാക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ അത് വളരെ അപഹാസ്യമാണ്. ഇവിടെ ഞങ്ങൾ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നു, ഇവിടത്തെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനത്തിനെ സംബന്ധിച്ച് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇടപെടണം. ഇത്തരത്തിലുള്ള ഗൂഢാലോചന ഇലക്ഷൻ കമ്മീഷന്റെ പേരിൽ കേരളത്തിൽ നടക്കുന്നു. അത് നടത്തുന്നത് CPM നേതാക്കന്മാരാണ്. ഈ CPM നേതാക്കന്മാരെ ഇലക്ഷൻ കമ്മീഷന്റെ നിർണായക സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റാനും ഈ സീൽ വിവാദത്തെ സംബന്ധിച്ച് ഏറ്റവും ഉന്നത തലത്തിലുള്ള അന്വേഷണം നടത്തി പ്രതിക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടിയെടുക്കാനും ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണം എന്നാണ് BJP ആവശ്യപ്പെടുന്നത്. അത് ഇലക്ഷൻ കമ്മീഷൻ പറയട്ടെ, ഉന്നതതല അന്വേഷണത്തിൽ പ്രതി പിടിക്കപ്പെടട്ടെ, അതിന്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ പുറത്തു വരട്ടെ.